ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ പോകണം. ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ നമ്പർ 1 നമുക്ക് തേക്കടി എടുക്കാം. ഓപ്ഷൻ നമ്പർ 2 നമുക്ക് കൊടൈക്കനാൽ എടുക്കാം. ഓപ്ഷൻ നമ്പർ 3 നമുക്ക് മൂന്നാർ കൊടുക്കാം. നിങ്ങൾ ഗസ്റ്റ് ചെയ്യും നമ്മൾ എവിടെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 സെക്കൻഡ് 1 2 3 കഴിഞ്ഞോട്ടോ പ്ലീസ്. നമ്മൾ പോകുന്നത് തേക്കടി വെളിയിലാണ് സ്റ്റേ. തേക്കടി മൂന്നാറ് സംതിങ് ഗസ് വിത്ത് ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ ലൈക്ക് ഫാദേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവരൊരു സാധനം നമ്മളോട് പറയില്ല. നമ്മൾ മറ്റേ സർപ്രൈസ് ട്രിപ്പ് പോകുന്ന അവസ്ഥയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് സീറ്റിലിരിക്കണം. ഇനി ഇവിടെ നിന്ന് ഓടിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഞാൻ ഈ ബസ് കണ്ടിട്ട് ഞെട്ടി കഴിച്ച് ഞാൻ മറ്റേ ചെല്ലൊക്കെ തുറന്നിട്ട് ചില്ലൊക്കെ പറ്റുന്ന ബസ്സേക്കണം. ഓക്കെ അപ്പം ഇത് മറ്റെന്തോ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ബസ്സൊക്കെയായിട്ടാണ് ഇവർ വന്നേക്കുന്നത്. സെറ്റപ്പ് എന്നാ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ മറ്റേ ബസ്സിൻ്റെ ഒരു ഇങ്ങനത്തെ ബസ്സിൽ കിട്ടൂല. എനിവേസ് പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ കുറവാണ് പിള്ളേർ പ്രാവശ്യം. ഞാനൊപ്പം ഋഷഭിനെ വന്നില്ല, സിന്ധു വന്നില്ല, ഐസിച്ചില്ല, അങ്ങനെയൊക്കെ നമുക്ക് ട്രിപ്പ് പോകും കാട്ടും എന്നിട്ട് അറിയാം എന്താ അവസ്ഥയെന്ന്. ഗൈസ് ഞങ്ങളെ പേടി സ്വപ്നമായ സാധനം ഞങ്ങൾ കണ്ടു. അപ്പൊ പറ നിങ്ങൾ കാണുന്നുണ്ടോ? ബൈക്കൊക്കെ ആര് കിട്ടിയ സെറ്റപ്പ് ബസ്സൊക്കെ പോയിട്ട് തീർന്നു. അപ്പൊ ഡിസപ്പോയിന്റഡ്. ഇവരില്ലെങ്കിൽ ഒരു എക്സ്ട്രാ പറഞ്ഞു കൊറേ തലകൾ ആകെയുള്ളൊരു ചേട്ടൻ. സോ ഗൈസ് നമ്മുടെ ഒരു ഇതിൽ ഞങ്ങൾ വണ്ടി കയറി ഫുഡ് കഴിക്കണവരെ ഉറങ്ങതാണ് പതിവ്. അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് ചപ്പാത്തി ന്യൂട്രല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കുന്നതായിരിക്കും. പക്ഷെ ന്യൂട്രലില് നടുക്കുള്ള ഭാഗം കൊടുത്തു. അതൊക്കെ ചോദിച്ചപ്പോ വേണ്ടെന്നൊക്കെ പറഞ്ഞ വണ്ടല്ലോ കൂടി എന്താ നടക്കത്ത ഉടുപ്പുണ്ടോ? ഒന്നുമില്ല. നമ്മള് ഇത് കഴിച്ചിട്ട് ഞാൻ അടുത്ത സമാധിയിലേക്ക് പോകുന്നത്. റൈഡാണ്. വണ്ടർലയിലൊന്നും ഇല്ലാത്തൊരു പുതിയ തരം റൈഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിൽ കുലുക്കൊന്നുമില്ല. ചാട്ടം മത്സ്യചേട്ടനൊരു പള്ളിയുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ പോകും. നേരെ അവിടുന്ന് നേരെ തേക്കടിയിൽ നമുക്ക് ഒത്തിരി സംഗതികൾ കാണാനുണ്ട് അവിടെ. സോ ഗൈസ് നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെച്ച ഫുഡ് കഴിക്കാനാണെന്ന് എല്ലാവരും പോയി. പിന്നെ മനസ്സിലായത് ബാത്റൂം ബ്രേക്കായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ടില്ല. ഫുഡ് കഴിക്കാനെന്ന് വെച്ചാൽ ഉറക്കത്തിന് ചാടി നീട്ടി അപ്പൂനെ ലഭിച്ചു. ഫുഡില്ല പക്ഷെ നമ്മൾ ഇപ്പോൾ ഏതോ പള്ളിയുടെ അവിടെയാണല്ലോ. സോ ഗൈസ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പ് ശേഷം നമുക്ക് ഫുഡ് കിട്ടി. ഗൈസ് ഫുഡ് കഴിക്കാനൊക്കെ പോകുകയാണ് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിച്ചിരിക്കുന്നു. അപ്പൊ തുള്ളിക്കാരിയാണ് നമുക്ക് ഈ ഫുഡ് കഴിക്കണം. എന്നെ കണ്ടാൽ പറയില്ലല്ലോ ഞാൻ നല്ല ഉറക്കുറങ്ങിയത്. ഞാൻ നല്ലൊരു ഉറക്കുറങ്ങിയിട്ടുണ്ട്. ഗൈസ് ഫോട്ടോഷൂട്ട് സെക്ഷനൊക്കെ തുടങ്ങി. നമുക്ക് പോകാം. സോ ഗൈസ് നമ്മൾ പിന്നെയും എവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോണേന്ന്. എന്ത് സ്ഥലത്താ പോണേന്ന് അറിയില്ല.
ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നിരിക്കുന്നത് നല്ല നട്ടച്ച വെയിലത്ത് നമ്മൾ മറ്റേ മൊട്ടക്കുന്ന് നമ്മൾ പോകുന്നത്. നമുക്ക് പോകാം. ഗൈസ്, നമ്മളങ്ങനെ ഇതുവരെ വരാത്തൊരു വെറൈറ്റി സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മളിവിടെ വന്നിട്ട്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ വന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? എങ്ങനെയാണോ, തണുപ്പാണോ വെയിലാണോ അറിയത്തില്ല. ആദ്യമായിട്ട് പോണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോനെ അത് കണ്ടിട്ട് അവിടെ കിടന്ന് ഉരുളണോന്നാണ് പറയണത്. നമ്മളിങ്ങനെ മുകളിൽ കയറിയിട്ടുണ്ട്. ഏതൊരു ഇതിന്റെ ഇവിടെ ഫോട്ടോ സെഷൻ, അടുത്ത ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 നാത്തുമാരും കൂടെ കൂടിയിട്ട് ഫോട്ടോഗ്രാഫർ ബിനോയ് കേബേ മഞ്ഞുണ്ട് അവിടെ. ഗൈസ്, എത്ര ഫോട്ടോഷൂട്ട് എടുത്താലും മതിയാവാത്ത കുറച്ച് ആൾക്കാർ അത് വരാണ്. ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു മടുത്ത്. വൗ, സ്കിൽഫുൾ ഫോട്ടോഗ്രാഫി ചെയ്തു. ഇവിടെ ട്രിപ്പ് വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഭാര്യക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സ്നേഹമുള്ള ഭർത്താവിനായിരിക്കും ഐഡിയൽ ഹസ്ബൻഡ്. പാവന്റെ അപ്പൊ കുറെ നേരം എന്തൊരു ഫോട്ടോ എടുക്കാൻ നോക്കൊന്നും നടക്കുന്നില്ല. ഉദ്ദേശിച്ച ഫോട്ടോ കിട്ടിയോ? ഈ പുതിയ സ്ഥലം ഇഷ്ടപ്പെട്ടോ? പുതിയ സ്ഥലം നല്ലൊരിതാണ്. അതെ അതെ, നിങ്ങളിവിടെ വരണ്ട, റെക്കമെൻഡ് ചെയ്യത്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഒഫീഷ്യലായിട്ട് ക്യാമറമാൻ്റെ ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആയിരിക്കും ഫോട്ടോ എടുക്കണേലും വിളിച്ചാൽ മതി, ഒന്ന് എടുത്ത് തന്നോളൂ. സ്നേഹമുള്ള അപ്പൂ എനിക്ക് വേണ്ടി ലേസ് മേടിച്ചതാണ്, കുടിക്കാനും മേടിച്ചതാണ്. അപ്രിസിയേഷൻ വീഡിയോ ആണ് ഗൈസ്. വെള്ളം കുടിക്കും. സോ ഗൈസ്, നമ്മളങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഫുഡ് കഴിക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഡാഡി ബാക്കി പോകുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഫുഡ് കഴിക്കണം. നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. മമ്മീജിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയത്. നമ്മളപ്പോൾ എനിക്ക് സ്ഥലത്തിനൊന്നും പറ്റി വല്ല അറിവില്ല ഗൈസ്. നമ്മളിങ്ങനെ ഒരു ഫ്ലോറിന് ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഒരു നിർത്തി. അതെ അതെ അതെ, എവിടെയെങ്കിലും നിർത്തും, എന്നിട്ട് പറയാ ഇറങ്ങാൻ പറയുമ്പോ നമ്മൾ ഇറങ്ങും, കയറാൻ പറയുമ്പോ നമ്മൾ കയറും. അൻസനുള്ള പിള്ളേരെ. സോ ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണേണ്. പിന്നെ എന്റെയാണ് മീൻകറി ഉണ്ടാക്കിയത്. പിന്നെ എന്താ ഉണ്ടാക്കിയത്? ഞാൻ അങ്കമാലി മാങ്ങാക്കറിയാണ്. ഓ, അങ്കമാലി മാങ്ങാക്കറി. മമ്മീജി ചിക്കൻ ഫ്രൈ ആയിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോന്നായിട്ട് ഉണ്ടാക്കി. എനിക്ക് എന്താ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. മീൻകറി ഉണ്ട്. ബെന്നിമാമനാണ് ചോറ് എടുത്തത്. നമ്മളെല്ലാരും കൂടെ കഴിക്കാൻ പോകുന്നത്. അവിയലും കൂടി ഉണ്ട്. എടുത്തില്ല വേരും ചിക്കറിയും. നമ്മളുടെ കുണ്ടുമക്കളും ഉണ്ട് കൂടെ കഴിക്കാൻ. ആള് നോൺ വെജ് മാത്രമേ കഴിക്കുള്ളൂ, വെജൊന്നും ഇഷ്ടമില്ല. സോ ഗൈസ്, നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത സെറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞതാണ്. കണ്ണൊക്കെ കണ്ട ബഹളം കേട്ട്. ഇനി നമ്മൾ തേക്കടി എത്തുന്ന പറഞ്ഞ സോ ഇവിടെ ഇറങ്ങുകയാണ്. സോ ഗൈസ്, ഇത് ഞാൻ ശരിക്കും പറയണത് ഞങ്ങൾ വരാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യമായിട്ടാണുള്ള വരുന്നത് കേട്ടോ. അങ്ങനെ ട്രിപ്പിൽ മികച്ചതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ തേക്കടി ടൈഗർ റിസർവില് ആണ് നമ്മൾ ശരിക്കും വന്നിട്ടുള്ളത്. കഴിഞ്ഞത് നമ്മൾ സ്ഥിരം, ഇത് നമ്മുടെ വല്ലപ്പോഴും. ഗൈസ്, ടിക്കറ്റുള്ള നമ്മൾ മൂഞ്ചി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം.
സോ ഗൈസ് നമ്മളപ്പോൾ ഒരു ബസ്സിന് വേറൊരു ബസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ എവിടേക്കോ കൂടെ പോകുന്നതാണ് കേട്ടത്. നമുക്കിപ്പോൾ ഞാനിത് കാട്ടിക്കൂടെ പോണ സംഭവം ഞാൻ വിചാരിച്ചില്ല. ഞാൻ ബാഗ് എടുത്തിട്ട് വന്നത്. അതിൻ്റെ അകത്തൊന്നും വലിയ തൊപ്പിയാണ്. പിന്നെയാണ് മനസ്സിലായി കുരങ്ങന്മാരുണ്ട്. എങ്ങാനും കൊണ്ടുപോയി ഞാൻ കരയാൻ തുടങ്ങും. പിന്നെ കുരങ്ങന്മാർക്ക് ശരീരമായിട്ട് അവർ തിരിച്ചു വന്നാലേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താവും. അപ്പോൾ പറയണത് സീനാണെന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഇപ്പം ഇറങ്ങുമെന്നൊക്കെയാണ് പറയണത്. എന്തൊക്കെയാല്ലേ നീ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പയ്യനെ ആസ്വദിച്ച് പോകാം ഗൈസ്. സോ ഗൈസ് നമ്മളിപ്പോൾ ടൈഗർ റിസർവിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നാണ് പുരി വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആര് നടക്കാം, നമുക്ക് ഇവിടുന്ന് കാണാം. അതൊക്കെ അവരൊക്കെ അവിടെ ഉണ്ടാവും. നല്ല നല്ല വഴിയൊക്കെ നല്ല കാറ്റുണ്ട്. ഗൈസ് ഇവിടെ ഫുള്ള് സിംഹാരം കുരങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട് ആൾക്കാർ. ഇവിടുത്തെ പിള്ളേര് വാല് കണ്ടോ? ആ പാരൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഒരാളുടെ മരത്തിൽ ചില്ലിങ്ങാണ് കാണുന്നില്ല നിങ്ങൾക്ക് വീഡിയോ. ഗൈസ് ആ കാണുന്നത് ആനയാണെന്നാണ് ബെന്നിമാമൻ പറഞ്ഞത്. പണ്ടത് ആനയായിരുന്നു, ഇപ്പൊ ക്ഷീണിച്ചരണം കൊണ്ട് ഇങ്ങനെ ഏതാട്ടോ ആനയാണ്. നിങ്ങൾക്കറിയാം, സംശയമൊന്നുമില്ലല്ലോ. ആനയാണ് കേട്ടോ. അതെ, ക്ഷീണിച്ച പുലിയും കാണാൻ വേണേ ബെന്നിമാമന്റെ കണ്ണിലൂടെ പുലിനെ കിട്ടും. എല്ലാം ഇവിടെ പോയിട്ട് സാധനങ്ങളോ എന്തായാലും വ്യൂ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത്. ട്രിപ്പിന്റെ ലക്ഷ്യം തന്നെ ഫോട്ടോ എടുക്കുക, പാട്ടുപാടുക, ഫോട്ടോ എടുക്കുക, പാട്ടുപാടുക. ഇതാണ് ഇവരുടെ ടൂറ്. വികൃതിച്ചക്കരെ പോലെ വേണമെന്നില്ല. പറഞ്ഞിട്ട് കൂട്ടുകാരെ വിട്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെയാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പോയി റിപ്പോർട്ട് ചെയ്തോളൂ എന്നാ പറഞ്ഞത് ബാംഗ്ലൂർ പോയിട്ട്. സോ ഗൈസ് നമ്മളപ്പോൾ സക്സസ്ഫുള്ളി നമ്മളെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. സ്റ്റേയിൻ്റെ പേര് സ്പ്രിംഗ് വാലി എന്നാണ് സ്റ്റേയിൻ്റെ പേര് ഗൈസ്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്, റിസോർട്ടൊന്നുമല്ല. നമ്മൾ ഹോട്ടലിലാണ് നിൽക്കുന്നത്. ബാക്കിൽ അവരൊക്കെ എടുത്തേണ്ട സാധനങ്ങൾ നമ്മൾ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എവിടെ എന്തായാലും ഫോട്ടോഷൂട്ട് നിർബന്ധം. സോ ഗൈസ് നമുക്കപ്പോൾ റൂം കിട്ടി. കരണ്ടടിച്ചു പോയോ? നമ്മുടെ റൂം സെറ്റായിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ റൂം ഓക്കെ. കോംപ്ലിമെൻ്ററി ഉണ്ട്. നല്ല നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. സോ ഗൈസ് നമ്മൾ റൂമിൽ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. എന്തോ വൈകിട്ട് രാവിലെ നെറ്റ്ഫ്ലിക്സ് കിട്ടി. സോ നമ്മൾ നെറ്റ്ഫ്ലിക്സിലെ സിനിമ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഞാനെന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എന്തെങ്കിലും മേടിക്കും. സോ ഗൈസ് നമ്മളങ്ങനെ ലേസ് മേടിക്കാൻ പോയിട്ട് നമുക്ക് ലേസ് കിച്ച് ഇവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു. കട പുറത്തുനിന്ന് ഉണ്ട്. സ്റ്റേഷനറി കട പോലെ തോന്നുന്നു. നമ്മളതിൻ്റെ ഡിസപ്പോയിൻറ്റഡ് തിരിച്ചിറക്കുമ്പോൾ സൈഡിൽ കുറേ ലേസ് തൂങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ
റൂമിൽ പോയിട്ട് ജയിച്ച് സിനിമ നമ്മൾ നമ്മൾ ലേസൊക്കെ മേടിച്ച് വെള്ളമുണ്ട് ഉണ്ട്. നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കാണാൻ പോകുന്നത്. സോ ഗൈസ് നമ്മളിപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പേടിച്ച് നമ്മൾ ചെറുതായിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് എന്താണ് കുറച്ചൊന്ന് അതിൻ്റെ ട്രോമയിൽ നിൽക്കണം. അതിന് 18 മിനിറ്റ് കൂടെ ഇട്ട് കണ്ടു കിട്ടും. അത് ഞാൻ കണ്ടു വെക്കണം. അപ്പം മള്ള എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മള്ള ടെറസിലാണ് എല്ലാവരും കൂടെ കഴിക്കണം. മരുന്നടന്നേക്കണേ ഗൈസ്. ഇന്ന് ആൻറ്റിമാരുടെ ഡാൻസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. അവർ പ്രാക്ടീസ് കാരണം കൊണ്ട് വന്നിട്ടില്ല. നമ്മളതിനെ മളർന്ന് സോ ഗൈസ് ദിസ് ഇസ് 32 ആണ്. പോയി നമ്മൾ എല്ലാവരും എന്താ പറയുക മുന്തിരിത്തോട്ടം അങ്ങനെ കുറച്ച് 2-3 സൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വിശക്കുന്നുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകും. ആൻറ്റിമാര് ഒരു റീൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റീലാണെന്ന് പറഞ്ഞത്, പക്ഷേ പ്രാക്ടീസ് ഉണ്ട്. യൂട്യൂബ് വീഡിയോയുടെ എന്തോ ആണെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും അവിടുത്തെ വീഡിയോ ഒന്ന് ഞാനായിട്ട് നോക്കാം എന്താ സംഭവം. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ പാട്ട് പറഞ്ഞ് എനിക്കിതുവരെ പിടിയിട്ടില്ല എന്താണ്. സോ വിൽ സീ. ഇതാണ് നമ്മുടെ റൂമ്. ഞങ്ങൾക്കുണ്ടായിരുന്നു ഇവിടെ. കാരണം ഞങ്ങളുടെ ടി വിയിൽ നെറ്റ്ഫ്ലിക്സ് ഉണ്ടായിരുന്നു. ലൈക്ക് 6 അക്കൗണ്ടും ഉണ്ടായിരുന്നു. സോ നമ്മൾ രാത്രി സിനിമയുടെ കണ്ട് കിടന്നുറങ്ങിയത്. സോ ഗൈസ് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പക്ഷേ ഇഡ്ഡലി ഇഷ്ടപ്പെട്ടു. എനിക്ക് അതും വലിയ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് നമ്മളപ്പോൾ ഇനി എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴിച്ചിട്ട് നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ ബസ് നടക്കുകയാണ്. നമ്മൾ വെയിൽ സോ ഗൈസ് നമ്മൾ കരണ്ടി മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ നല്ല മുന്തിരങ്ങളുണ്ട് ഇവിടെ. കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പാടില്ല. സോ നമ്മൾ റൂൾസ് പാലിച്ച് കഴിക്കുന്നത്. അപ്പോൾ സ്കിൽഫുള്ളായിട്ട് ഫോട്ടോഗ്രാഫിക്ക് ശ്രമിക്കുന്നു. ഫോട്ടോ കഴിവ് തന്നെ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ മുഖ്യമ്പിക്കില്ലേ ഫോട്ടോ. മുന്തിരിത്തൊണ്ടി വന്നിട്ട് മുന്തിരി കാണാനല്ലേ ഇവർക്ക് ഫോട്ടോ എടുക്കാനാണ്. വാവ് ഗൈസ്. സോ ഗൈസ് മുന്തിരി തോട്ടത്തിൽ വന്നിട്ട് മുന്തിരി ജ്യൂസ് മേടിക്കേണ്ട കൂടെ മോശമായിരുന്നു. നമ്മൾ കുറച്ച് മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. വൈൻ കിട്ടുമോ നമുക്ക് നോക്കാം. വൈറ്റ് വൈൻ അച്ഛൻ സ്പോൺസർ ചെയ്യാനാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സോ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഐഡിയ ഉണ്ട്. സോ ഗൈസ് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ
ഒക്കെ കൊടുക്കണം. ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കണം. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എന്താ കഴിക്കണേ നോക്കാം. ഇതിന് 2 പപ്പർ എനിക്ക്. പക്ഷേ ഇങ്ങനത്തെ ചെരുപ്പിട്ടിട്ട് ഇങ്ങനത്തെ സ്ഥലം കയറുന്നത് ഒട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ള പരിപാടിയല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ കാല് പോണത്. ഞാൻ കാല് വെക്കണത് കറക്റ്റാണ്, പക്ഷെ എൻ്റെ ചെരുപ്പിൻ്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. ആൻജിമാർ അവിടെ റീലെടുക്കാൻ പോണെന്നാണ് പറഞ്ഞത്. റീൽ ഇൻ ദ സെൻസ് യൂട്യൂബ് വീഡിയോ പോലത്തെ ഒരു ഡാൻസ് വീഡിയോ ആണത്. സി എന്താണെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇത്ര ദിവസം, നേരിട്ട് ദിവസമൊക്കെ. അമ്മേ ഓക്കെ. ഇത് എന്താണ് ഡാൻസ്? ആകാംക്ഷയുടെ കാത്തിരുന്നാണ്. വീഡിയോഗ്രാഫർ ബിനോയല്ല, ബെന്നി കേപ്പിയാണ്. ബിനോ ഇവിടെ. നമ്മളിപ്പോൾ ജീപ്പ് ഗൈസ് നമ്മൾ ട്രക്കിങ് ചെയ്ത് മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ട്രക്കിങ്. നമ്മൾ ആ വഴിയാണ് വന്നത്. ആനിമാർ പിന്നെ ഡാൻസ് എടുക്കുന്നു. ഗൈസ് വീഡിയോ എടുക്കാൻ വിളിക്കുന്നത്. സോ എനിക്ക് പോകണം, ഞാൻ പോകുന്നു. ബായ്. ഫോട്ടോ സെഷൻ. അളിയൻ ഓഫ് ദി ഇയർ. ശകുന്തളയുടെ ബോസ്. ശകുന്തള റോട്ടിനിപ്പോ വീണ്ടും കിടക്കേണ്ട അവസ്ഥയാണ്. സോ ഗൈസ് നമ്മുടെ ഒരു വണ്ടർഫുൾ ട്രക്കിങ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ നടത്തിയെന്ന് മനസ്സിലാവും. നമ്മുടെ ട്രക്കിങ് അത്രയും അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മളല്ല. സോ എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ച് നമ്മുടെ ബസ്സുള്ള സ്ഥലത്തേക്ക് നടക്കാം. എനിക്ക് ചെരുപ്പ് ഇറ്റ്സ് ബാഡ്, അതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് ടൈമാണ് ഞാൻ വീഴുമ്പോൾ. ആക്ച്വലി ഞാൻ വൈകാട് ഒരു വീഴ്ചയും കൂടെ വീഴുമെന്നാണ് ഇങ്ങനെ ഈ ചെരുപ്പിട്ടിട്ട് ഞാൻ നടന്നു. എനിവേസ് നമ്മുടെ ട്രക്കിംഗ് വളരെയധികം നല്ലതായിരുന്നു. ട്രിപ്പിൽ വന്നിട്ട് കുറച്ചൊരു ഒന്ന് അനങ്ങിയത് ഇതിലാണ് അല്ലേ ഉപ്പ്? അതെ അതെ. ബാക്കിൽ തന്നെ അവര് വരൂലെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചേറ്റതാണ്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കേച്ചതിന് എന്നൊക്കെ പറഞ്ഞ് ഇപ്പട്ട്. എൻ്റെ ഇവിടെ എല്ലാവരും ഇത് നോക്കണേ. ഇവര് വിചാരിക്കണേ ഞാൻ എന്തോ വലിയ ബ്ലോഗറാണ്. ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പറയാതിരിക്കാൻ വേണ്ടി എനിക്ക് അപ്പം കേൾക്കുന്നുണ്ട്. പ്രാക്കൊക്കെ നിങ്ങൾ ആരും തോന്നുന്നുണ്ട് എന്നെ പ്രാകരുത്. ഇത് വേഗം കൊള്ളുന്നുണ്ട് പ്രാക്ക്. എന്നെ കൊണ്ട് പറ്റൂലല്ലോ ഇവിടെ താങ്ങാൻ. എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ സമയത്ത് ചെയ്താൽ മതി. ഓക്കേ. സോ ഗൈസ് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഗൈസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.